So today we are going to start with the second chapter of the second part. So ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്റ്റഡി മെറ്റീരിയൽസ് അതായത് ടെക്സ്റ്റ് ബുക്കും എക്സാം കിറ്റിൻ്റെ ലിങ്കും ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ദോസ് ഹു വാണ്ട് ഡൗൺലോഡ് ദാറ്റ് ക്യാൻ ഗോ ഡൗൺലോഡ് ഇറ്റ്. ഓൾസോ ടൈമിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഐ തോട്ട് ദാറ്റ് ഞാൻ ഫുൾ പോർഷൻ ഞാൻ F1 അപ്ലോഡ് ചെയ്യുന്നില്ല. I'm moving on to F2 chapters because F2നാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് F1 ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണം എന്ന് തോന്നുന്നത് യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ഇൻ ദി കമൻറ്റ് ബോക്സ്. ഓൾസോ BPP കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം കിറ്റ് കൂടി ഉണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടില്ല. ദോസ് ഹു വാണ്ട് എ കോപ്പി ഓഫ് ഇറ്റ് ക്യാൻ put down their email on the comment box and ഞാനത് മെയിൽ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. ഈ ഭാഗം തൊട്ട് ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും എടുക്കുക. സോ ദാറ്റ് ഈസ് മിൻസ്ബർഗ് ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻ. ബേസിക്കലി ഒന്നുമില്ല, സ്ട്രാറ്റജിക് എപ്പെക്സ്, മിഡിൽ ലൈൻ, ഓപ്പറേറ്റിംഗ്. സ്ട്രാറ്റജിക്കിൽ നമ്മളുടെ ഓണേഴ്സ് ഉണ്ടാവും, CEO, ഓക്കെ, മെയിൻ ആയിട്ടുള്ള ആൾക്കാർ, അതാണ് സ്ട്രാറ്റജിക് എപ്പെക്സ്. മിഡിൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാനേജേഴ്സ്, അവരൊക്കെ ഓക്കെ, ജനറൽ മാനേജേഴ്സ്, അങ്ങനത്തെ ആൾക്കാർ. ഓപ്പറേറ്റിംഗ് കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ്. ഇത്രയേ ഉള്ളൂ. ടെക്നോ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സ്വന്തമായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ ഭാഗമാവില്ല, പക്ഷെ അവർ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർ, പുതിയ വരുന്ന ഫ്രഷേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, അതാണ് ടെക്നോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സപ്പോർട്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻറ്റീൻ വർക്കേഴ്സ്, അതായത് കമ്പനീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ക്യാൻറ്റീൻ വർക്കേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനത്തെ ആൾക്കാരാണ് സപ്പോർട്ട് സ്റ്റാഫ് എന്ന് പറയുന്നത്. സോ മിൻസ്ബർഗ് ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻസ് ഇസ് ഓവർ. ഇത് തന്നെയാണ് പറയുന്നത്. സ്ട്രാറ്റജിക് എപ്പെക്സ്, സീനിയർ ലെവൽ, മിഡിൽ ലൈൻ, മിഡിൽ മാനേജ്മെൻറ്റ്, ഓപ്പറേറ്റിംഗ് കോർ, വർക്കേഴ്സ്, സെയിം തിങ്. ഓക്കെ, ടെക്നോ സ്ട്രക്ചർ, ടെക്നിക്കൽ ഇൻപുട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ, ഓക്കെ, ട്രെയിനിങ്, അങ്ങനത്തെ പ്ലാൻ ആൻഡ് കൺട്രോൾ ദ വർക്ക് ഓഫ് അതർ, സപ്പോർട്ട് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ്, ഇൻഡയറക്റ്റ് സർവീസസ്. Ideology is the organization's beliefs and values and can be discerned by examining norms or observable behavior in the workplace. ഐഡിയോളജി എന്ന് പറയുന്നത് ബേസിക്കലി കൾച്ചറിനെയും ഒരു ഓർഗനൈസേഷൻ്റെ വിശ്വാസം, വാല്യൂസ്, അതൊക്കെയാണ് പറയുന്നത്. ഇല്ലുസ്ട്രേഷൻ 2 നിങ്ങൾക്കൊന്നും ഇല്ല, ഇത് ഓക്കെ, ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. QPLC runs 5 factories that assemble children toys, each of which is run by its own production manager. 5 production managers report directly to the board of directors of Q. All assembly staff in the factories report directly to the production manager. ഇത് സ്ട്രാറ്റജിക് എപ്പെക്സ് ആണ് വരുന്നത്. സ്ട്രാറ്റജിക് എപ്പെക്സ് എങ്ങനെ QPLCൻ്റെ അടുത്ത് എല്ലാവരും 5 പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഡയറക്റ്റ്ലി ക്യൂവിൻ്റെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അത് സ്ട്രാറ്റജിക് എപ്പെക്സ് ആണ്. പിന്നെ Q has recently hired a job design specialist. ഓക്കെ, പ്രൊഡക്ഷൻ മാനേജേഴ്സ് വന്നിട്ട് മിഡിൽ ലൈൻ ആയിരിക്കും. Q has recently hired a job design specialist who has started investigating how assembly workers' job should be organized. എങ്ങനെ ജോബ് ഓർഗനൈസ് ചെയ്യണം, വിച്ച് മീൻസ് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ടെക്നോ സ്ട്രക്ചറാണ് അവിടെ ഉണ്ടാവുന്നത്. Q's factory have a number of administrative staff including canteen workers, secretary, അവർ എന്താണ് സപ്പോർട്ട് സ്റ്റാഫാണ്. ഇത്രയേ ഉള്ളൂ ബേസിക്കലി. ഓപ്പറേറ്റിംഗ് കോറും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മിൻസ്ബർഗ് പോസിബിൾ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. സിമ്പിൾ സ്ട്രക്ചർ. സിമ്പിൾ സ്ട്രക്ചറിൽ ഒന്നുമില്ല, ഓണറാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് എപ്പെക്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. എൻട്രപ്രന്യൂറൽ സ്ട്രക്ചറിനെ പോലെ തന്നെയാണ് പുതിയ ഓർഗനൈസേഷൻ, കുറച്ച് മാനേജേഴ്സൊക്കെ ഉള്ള ചെറിയൊരു ഓർഗനൈസേഷനിലാണ് ഇത് നടക്കുക. ഡയറക്റ്റ് സൂപ്പർവിഷനൊക്കെ ആവശ്യമുള്ള ഒരു ഓർഗനൈസേഷനിൽ ഫാസ്റ്റ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ക്യാൻ നോട്ട് കോപ്പ് വിത്ത് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ഗ്രോത്ത് ജസ്റ്റ് ലൈക്ക് എൻട്രപ്രന്യൂറൽ സ്ട്രക്ചർ. മെഷീൻ ബ്യൂറോക്രസി. മെഷീൻ ബ്യൂറോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കുട്ടികൾ മറന്നു പോകുന്നൊരു ടേമാണിത്, മെഷീൻ ബ്യൂറോക്രസി. മെഷീൻ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ടെക്നോ സ്ട്രക്ചർ, അതായത് റൂൾസും പ്രൊസീജിയേഴ്സും ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. അതായത് ഓണറിന് പോലും ഈ റൂൾസും പ്രൊസീജിയേഴ്സും ബ്രേക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഇവിടെ ലാർജ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലാണ് ഇത് ഉപയോഗിക്കുക. റൂൾസും പ്രൊസീജിയറും അനുസരിച്ചിട്ടാണ് ഓർഗനൈസേഷൻ പോകുന്നത്. ഇപ്പോൾ ലൈക്ക് ഗവൺമെൻറ്, ഇപ്പോൾ CBIയും ഒക്കെ ആണെങ്കിൽ ഗവൺമെൻറ്റിൽ ടോപ്പായിട്ടുള്ള ഒരു എംപ്ലോയിനെ പോലും അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ബിക്കോസ് അവരൊക്കെ പോകുന്നത് റൂൾസും പ്രൊസീജിയേഴ്സിലൂടെയാണ്. സോ അതുപോലത്തെ ഒക്കെ സ്ട്രക്ചർ. പ്രൊഫഷണൽ ബ്യൂറോക്രസി.
പ്രൊഫഷണൽ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓപ്പറേറ്റിംഗ് കോർ വർക്കിംഗ് എംപ്ലോയീസ് ആണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ ഡോക്ടർ വന്നിട്ട് പറയുകയാണ് ഇന്ന് ഈ ഓപ്പറേഷൻ നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഈ രീതിയിലേ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓണറിന് ഒരിക്കലും അങ്ങനെ പറ്റില്ല, നിങ്ങൾ ഈ രീതിയിലേ ചെയ്യാൻ പാടുമെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഡോക്ടേഴ്സ് എന്താണോ തീരുമാനിക്കുന്നത് അത് സീനിയേഴ്സിന് കേട്ടേ പറ്റുള്ളൂ. സോ അതാണ് പ്രൊഫഷണൽ ബ്യൂറോക്രസി. ഡിവിഷണലൈസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ലൈനാണ് ഡോമിനേറ്റ് ചെയ്യുക. അതായത് മാനേജേഴ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ നടക്കുന്നത്. സോ ദാറ്റ് സ്ട്രാറ്റജിക് എപ്പെക്സിലുള്ള ആൾക്കാർക്ക് വലിയ വലിയ കാര്യങ്ങളെ പറ്റിയിട്ട്, അതായത് എങ്ങനെ ബിസിനസ് ഗ്രോ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസൈഡ് ചെയ്യാം. നൗ എഡോക്രസി ആൻഡ് മിഷനറി ഇത് ആവശ്യമില്ല, മോസ്റ്റ്ലി ഇതിനെ പറ്റിയിട്ട് ഇതുവരെ ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ബട്ട് ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. എഡോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫാണ് ഓപ്പറേറ്റ് ചെയ്യുക. മിഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറൽ പാറ്റേൺസും നമ്മളുടെ ഐഡിയോളജിയും വെച്ചിട്ടായിരിക്കും ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുക. Now let's move on to this question. F is a supervisor at a factory which manufactures steel grinders. His role is to train new employees in how to use the machinery as well as monitor staff to ensure that they are performing their work in the most efficient manner possible. F does not undertake any manufacturing work himself. ഇവിടെ പറയുന്നത് എഫ് സ്വന്തമായിട്ടൊരു വർക്ക് ഏറ്റെടുക്കുന്നില്ല, പക്ഷെ ഗൈഡൻസ് ആണ്. സോ ഞാൻ പറഞ്ഞിരുന്നു സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യാണ്ട് മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് technostructure, which means the option D. Other basic organizational concept, okay, as well as the different types of organization structure, you need to be aware of 6 other key structural concepts. അപ്പോൾ 6 സ്ട്രക്ചറൽ കോൺസെപ്റ്റ്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ടാണ് നമ്മളിനി ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സെപ്പറേഷൻ ഓഫ് ഡയറക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഇത് സിമ്പിളാണ്. സോ ഞാനൊരു ഡയഗ്രത്തിലൂടെ അതെന്താണെന്ന് പറഞ്ഞുതരാം. ബേസിക്കലി ഓണറും ഷെയർ ഹോൾഡറും, ഓക്കെ, ഓണറും ഷെയർ ഹോൾഡറും, പിന്നെ അതിൻ്റെ താഴെ ഡയറക്ടേഴ്സ് ഉണ്ടാവും, അതിൻ്റെ താഴെയാണ് മാനേജ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നതൊന്നുമില്ല. ഓണർ ഓർ ഷെയർ ഹോൾഡേഴ്സും ഉണ്ടാവും. ഇവരും ഡയറക്ടേഴ്സും മാനേജേഴ്സും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ഈ ഓണറും ഷെയർ ഹോൾഡറും കൂടിയാണ് കുറച്ച് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക കമ്പനീൻ്റെ കാര്യങ്ങൾ നോക്കാനും ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ട്. ഈ ഡയറക്ടേഴ്സിൻ്റെ താഴെയാണ് ഒരു മാനേജ്മെൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് എംപ്ലോയീസ് ഒക്കെ അടങ്ങുന്ന, മാനേജേഴ്സ് അടങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവുക. സോ അതാണ് ഇവിടെ സെപ്പറേഷൻ ഓഫ് ഡയറക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ദ കോൺസെപ്റ്റ് വിച്ച് സേസ് ദാറ്റ് ഡയറക്ഷനും മാനേജ്മെൻറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഇതൊരു പ്ലെയിൻ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല. ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. In a small company, there is usually a divorce of ownership and control. Is this statement true or false? Okay, false ആണ്. Why? Because ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചെറിയ കമ്പനീസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല. ഓണറും കൺട്രോൾ ചെയ്യുന്ന ആളും സെയിം ആയിരിക്കും. ഓക്കെ, അവിടെ ഇവർ ഒരു ഓണറും ഷെയർ ഹോൾഡറും താഴെ ഒരു ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടൊക്കെ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതൊരു ലാർജ് ഓർഗനൈസേഷൻ അല്ല. സോ ചെറിയ കമ്പനിയിൽ ദർ ഇസ് നോ ഡിവോഴ്സ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. സോ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. നൗ സ്കാല ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി വീണ്ടും ഐ യൂസ് എ ഡയഗ്രാം. ഓക്കെ, ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്ത് പോകുന്ന ലെവലിനെയാണ് സ്കാലർ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ സ്കാലർ ചെയിനിൽ ദിസ് ഇസ് ദ ലൈൻ ഓഫ് അതോറിറ്റി വിച്ച് ക്യാൻ ബി ട്രേസ്ഡ് അപ്പ് ഓർ ഡൗൺ ദ ചെയിൻ ഓഫ് കമാൻഡ് ഫ്രം ദി മോസ്റ്റ് സീനിയർ മെമ്പർ ഓഫ് സ്റ്റാഫ് ടു ദി മോസ്റ്റ് ജൂനിയർ. അതായത് ഇൻഫർമേഷനും കമാൻഡും നമ്മൾ താഴെന്ന് മേലേക്കും പറഞ്ഞ് ഇൻഫർമേഷൻസ് പറഞ്ഞയക്കുന്ന ഒരു ചെയിനിനെയാണ് നമ്മൾ സ്കാലർ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ദെയർഫോർ റിലേറ്റ്സ് ടു ദ നമ്പർ ഓഫ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള മാനേജ്മെൻറ്റ് ലെവൽസിനെ സ്കാലർ ചെയിൻ നമുക്ക് ഡിഫൈൻ ചെയ്തു തരും. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനേജറിൻ്റെ താഴെ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നു, ദിസ് ഈസ് എ മാനേജർ.
ഈ മാനേജറിൻ്റെ താഴെ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നു, ദിസ് ഈസ് നോൺ ആസ് സ്പാൻ ഓഫ് കൺട്രോൾ. മോസ്റ്റ്ലി സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. സോ സ്കാല ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വയ്ക്കുക, ഇൻഫർമേഷൻ മേലെന്ന് താഴേക്കും താഴെന്ന് മേലേക്കും പാസ് ചെയ്യുന്ന ലെവല്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനേജറിൻ്റെ താഴെ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നു, ഇതാണ് സ്പാൻ ഓഫ് കൺട്രോളും സ്കാല ചെയിനും തമ്മിലുള്ള ഡിഫറൻസ്. സോ സ്പാൻ ഓഫ് കൺട്രോളിൽ നേച്ചർ ഓഫ് വർക്ക് മാറ്റേഴ്സ്. ഓക്കെ, ദ മോർ റെപ്പിറ്റേറ്റീവ് ഓർ സിംപ്ലർ ദ വർക്ക്, ദ വൈഡർ ദ സ്പാൻ ഓഫ് കൺട്രോൾ ക്യാൻ ബി. Type of personnel, more skilled and motivated the managers and other staff members are, wider the span of control. The location of personnel, if personnel are all located locally, it takes relatively ഒന്നുമില്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അടുത്തടുത്താണ് നമ്മൾ ലൊക്കേഷൻ എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുള്ളൂ സൂപ്പർവൈസ് ചെയ്യാൻ. പക്ഷേ ഒരുപാട് ദൂരമാണ്. ഇപ്പോൾ ഓഫീസിൽ ഒരു സെക്ടർ ഒരു ഭാഗത്ത്, പിന്നെ 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത സെക്ടർ. സോ സൂപ്പർവൈസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. Test your understanding 5. Consider the following statement. Scala chain relates to the number of people over whom a manager has authority. No, അത് സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. സ്പാൻ ഓഫ് കൺട്രോളിനാണ് ഒരു മാനേജറിൻ്റെ താഴെ എത്ര ആൾക്കാർ റെസ്പോൺസിബിൾ ആണ്, എത്ര ആൾക്കാർക്ക് അതോറിറ്റി ഉണ്ടെന്ന് തീരുമാനിക്കുക. സോ ദിസ് വൺ ഇസ് സ്പാൻ ഓഫ് കൺട്രോൾ. സോ ദിസ് ഇസ് ഫാൾസ്. Now, a business with highly skilled, motivated members of staff will tend to have a wider span of control than a business with demotivated employees. True ആണ്, നമ്മൾ ഇവിടെ വായിച്ച കാര്യമാണ്. So that statement is true. Now, tall and flat organizations. Okay, ഇത് സിമ്പിൾ ആണ്. ഒരു മാനേജർ, അവരുടെ താഴെ 2 ആൾക്കാരുണ്ടാവും. ഇവരുടെ താഴെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല, 2 ആൾക്കാർ. ഓക്കെ, ഇവരുടെയും താഴെ ഒരു 2 ആൾ, ഒരു പേഴ്സൺ, അങ്ങനെ. ഓക്കെ, ഇതിനാണ് ടോൾ. അതായത് മാനേജറൽ ലെവൽസ് ഹൈ ആയിരിക്കും. ഒരുപാട് മാനേജറൽ ലെവൽസ് ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ടോളാണ്. പക്ഷെ സ്പാൻ ഓഫ് കൺട്രോൾ നാരോ ആണ്. അതെന്തുകൊണ്ടാണ് ടോൾ ഓർഗനൈസേഷന് നാരോ സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ടാവുന്നത്? മീനിങ് ഇവിടെയുള്ള ഒരാൾക്ക് ഈ 2 പേരെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൂ. അതായത് ഈ 2 പേരാണ് സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവർക്ക് ഈ 2 പേരെയാണ് സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇയാൾക്ക് ഈ ഒരൊറ്റ ആളെ സൂപ്പർവൈസേഴ്സ്, അതായത് ഇവരുടെ താഴെ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും. അതാണ് നാരോ സ്പാൻ ഓഫ് കൺട്രോൾ വരുന്നത്. ഹൈ മാനേജറൽ ലെവൽസ് ആയിരിക്കും, ഒരുപാട് മാനേജറൽ ലെവൽസ് ഉണ്ടാവും, പക്ഷെ സ്പാൻ ഓഫ് കൺട്രോൾ ചെറുതായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജറൽ ലെവല് 2 ഉണ്ടാവുള്ളൂ. ആ 2 ആളുടെ താഴെ 5-6 പേരുണ്ടാവും. അപ്പോൾ ഇവിടെ സ്പാൻ ഓഫ് കൺട്രോൾ വൈഡായിരിക്കും, മാനേജറൽ ലെവൽസ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ആണ്. ബേസിക്കലി ഇറ്റ്സ് ദാറ്റ്. Now, offshoring. Offshoring എന്ന് പറഞ്ഞാൽ എന്താണ്? Offshoring basically means നമ്മൾ ഒരു കമ്പനീൻ്റെ ആക്ടിവിറ്റി നമ്മൾ പുറത്തുള്ള ഒരു കൺട്രിയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. വിച്ച് മീൻസ് യു കെയിലുള്ള ആൾക്കാർ ഒരു ആക്ടിവിറ്റി ഇന്ത്യയിലുള്ള ലേബേഴ്സിന് ഓഫ് ഷോർ ചെയ്യാണ്. ഓക്കെ, ചെയ്യാൻ കൊടുക്കുകയാണ്. ബിക്കോസ് എന്താണ്, ഇന്ത്യയിലുള്ള ലേബേഴ്സിൻ്റെ ചിലവ് കുറവാണ്. സോ ഓഫ് ഷോറിങ് റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഔട്ട്സോഴ്സിങ് ഓർ റീലൊക്കേറ്റിംഗ് സം ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫംഗ്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ചില ഫങ്ഷൻസ് ഔട്ട്സോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യുക ഫ്രം വൺ കൺട്രി ടു അനദർ. കൺട്രി വൈസ് ആണ് അത് നടക്കുക. യൂഷ്വലി ഇൻ ആൻ എഫേർട്ട് ടു റെഡ്യൂസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ അതാണ് ഓഫ് ഷോറിങ്. ഷെയർഡ് സർവീസ് അപ്രോച്ച് ഞാനൊരു ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞുതരാം. സോ ഒരു ക്യാൻറ്റീന്, ഓക്കെ, ക്യാൻറ്റീനിൽ 3 സാധനമുണ്ട്. ചിപ്സ് ഉണ്ട്, ദെൻ ചോക്ലേറ്റ്സ് ഉണ്ട്, ദെൻ സ്റ്റേഷനറി ഐറ്റംസ് ഓൾസോ. സപ്പോസ് സ്റ്റേഷനറി ഐറ്റംസ് ഓൾസോ ഉണ്ട്. ഓക്കെ, നൗ ഇവിടെ ചിപ്സിന് നമ്മളൊരു കോൾ സെൻറ്റർ വെക്കും, ഒരാൾ വെക്കും. ഓക്കെ, ചോക്ലേറ്റ്സിന് ഒരാൾ വെക്കും കോൾ സെൻറ്റർ, സ്റ്റേഷനറിക്കും ഒരാൾ വെക്കും. സോ സ്റ്റേഷനറിക്ക് ആവശ്യമുള്ള ആൾക്കാർ ഈ കോൾ സെൻറ്ററിലേക്ക് വിളിക്കും, ചിപ്സ് ആവശ്യമുള്ള ആൾക്കാർ ഈ കോൾ സെൻറ്ററിലേക്ക് വിളിക്കും, ചോക്ലേറ്റ്സ് ആവശ്യമുള്ള ആൾക്കാർ ഇവിടുത്തെ ആളെ വിളിക്കും. സോ ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ഈ 3 ചിപ്സ്, ചോക്ലേറ്റ്, സ്റ്റേഷനറി, ഈ 3 ഐറ്റംസിനും ഒരൊറ്റ
ഒരൊറ്റ കോൾ സെൻറ്റർ വെച്ചിട്ട് ഇയാൾ തന്നെ മൂന്നിനെയും മാനേജ് ചെയ്യുന്നതാണ് ഷെയർഡ് സർവീസ് അപ്രോച്ച് എന്ന് പറയുന്നത്. This approach involves restructuring the provision of certain services within the organization so that instead of the service being found in several different parts of the organization, it is centralized into one specific part. അത് നമ്മൾ ഒരൊറ്റ ആൾക്ക് ഏൽപ്പിക്കും. അതാണ് സെൻട്രലൈസേഷൻ എന്നും പറയുന്നത്. ഓക്കെ, സോ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കേണ്ട ഒരാവശ്യമില്ല, ജസ്റ്റ് മീനിങ് മനസ്സിലാക്കിയാൽ മതി. Now centralization and decentralization, very simple. Centralization എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ കയ്യിലായിരിക്കും കംപ്ലീറ്റ് അതോറിറ്റി ഉണ്ടാവുക ഡിസിഷൻസ് എടുക്കാൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജേഴ്സിൻ്റെ താഴെ കുറച്ച് ജൂനിയേഴ്സ് ഉണ്ടാവും, കുറച്ച് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡിസിഷൻസ് എടുക്കാനുള്ള കമാൻഡ് ഓഫ് പവറും ഈ ജൂനിയേഴ്സിന് കൊടുക്കും. ആ ജൂനിയേഴ്സ് അവരെ താഴെയുള്ള കുറച്ച് ജൂനിയേഴ്സിന് കൊടുക്കും. അതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. These are the advantages and disadvantages. Advantages എന്ന് പറഞ്ഞാൽ സീനിയർ മാനേജ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ഓൺ സ്ട്രാറ്റജി ബേസിക്കലി. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് അവർക്ക് സ്ട്രാറ്റജിക് കാര്യങ്ങൾ നോക്കിയാൽ മതി, ലോക്കൽ ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാൻ പറ്റും, മോട്ടിവേഷൻ കൂടുതലാണ് കാരണം ട്രെയിനിങ്ങും കരിയർ പാത്തും ഉണ്ടാവും, പെട്ടെന്നുള്ള റെസ്പോൺസസ് നമുക്ക് കിട്ടും കാരണം സ്മോളർ ചെയിൻ ഓഫ് കമാൻഡാണ്, അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയും ഹൈ ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീനിയർ മാനേജ്മെൻറ്റിന് കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവില്ല, സോ ലോസ് ഓഫ് കൺട്രോൾ ഉണ്ടാവും. പിന്നെ ചില ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ഡിസ്ഫങ്ഷണൽ ആയിരിക്കും, പ്രോപ്പർ ഡിസിഷൻസ് ആയിരിക്കില്ല, ഗോൾ കോൺഗ്രുവൻസ് ഉണ്ടാവില്ല, പുവർ ഡിസിഷൻസ് ആയിരിക്കും, ഇൻഎക്സ്പീരിയൻസ് മാനേജേഴ്സ് മോശപ്പെട്ട ഡിസിഷൻസ് എടുക്കാം, ട്രെയിനിങ്ങിൻ്റെ കോസ്റ്റ് ഹൈ ആണ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് റോൾസ് ഉണ്ടാവും, ഒരു തവണ നടക്കേണ്ട പണി 2 തവണ നടക്കാം, എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടാവും ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം ഇൻഫർമേഷൻ ലെവൽ ബൈ ലെവൽ നമ്മൾ പാസ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ഇറ്റ്. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് 7. Which of the following is not a likely additional cost to an organization caused by decentralization? Additional training costs are often required. അത് ട്രൂ ആണ്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് റോൾസ് ഉണ്ടാവും, ശരിയാണ്. എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ഗ്യാദറിങ് ഇൻഫർമേഷൻ, ശരിയാണ്. ലോസ്റ്റ് സെയിൽസ് ഡ്യൂ ടു ലോക്കൽ നോളജ്, ദിസ് ഇസ് നോട്ട് ട്രൂ ബിക്കോസ് ലോക്കൽ നോളജ് കൂടുതലായിരിക്കും കാരണം ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ടാവും, അപ്പോൾ മാർക്കറ്റായിട്ട് അവർ കൂടുതൽ അടുത്തിടപഴകും. സോ ദിസ് വൺ ഇസ് ദ ആൻസർ. ഡി ഇസ് ദ ആൻസർ. Now levels of strategy. Simple strategic planning, tactical planning, operational planning. Strategically senior managers ആയിരിക്കും, tactically middle management, operational എന്ന് പറഞ്ഞാൽ junior managers and supervisors. Okay, now these all just plain reading ആവശ്യം ഇല്ല. Test your understanding 9. H is a retail store selling electronics. It is currently deciding how many unit of its product it will need to order next month. അതായത് ഡെയിലി ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. In order to meet the customer demand. Which level of strategic planning? സ്ട്രാറ്റജിക് അല്ല, മെയിൻ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഒന്നും തീരുമാനിക്കുന്ന കാര്യമില്ല. ഫങ്ഷണൽ ഇത് നമ്മൾ ജസ്റ്റ് എന്താ പറയുക തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ബിക്കോസ് ഫങ്ഷണൽ എന്ന് പറയുന്ന ഒരു പ്ലാനിങ് ആക്ടിവിറ്റി തന്നെ ഇതിൽ വരുന്നില്ല. ടാക്റ്റിക്കൽ അല്ല, ഓപ്പറേഷണലാണ്. അതായത് ഏറ്റവും താഴെയുള്ള എംപ്ലോയീസോ അല്ലെങ്കിൽ മാനേജേഴ്സ് ഇവിടെ പറയുന്ന പോലെ ഷോർട്ട് ടേം ഡീറ്റെയിൽഡ് ആൻഡ് പ്രാക്ടിക്കലാണ്. ജൂനിയർ മാനേജേഴ്സോ സൂപ്പർവൈസേഴ്സാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക. സോ ഓപ്പറേഷണലാണ് ആൻസർ. Now roles and functions of main departments in a business organization. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലുള്ള മെയിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോൾസ് ആൻഡ് ഫങ്ഷൻ. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താ ചെയ്യുക, പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യും, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, പർച്ചേസ് എന്താ ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസ് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ബിസിനസ്സിന് വേണ്ടി വാങ്ങിക്കൊണ്ടുവരും, എക്വയർ ചെയ്യും. പ്രൊഡക്ഷൻ എന്താണ് ചെയ്യുക, റോ മെറ്റീരിയൽസ് ഫിനിഷ് ഗുഡ്സിലേക്കാക്കും. ഡയറക്റ്റ് സർവീസ് പ്രൊവിഷൻ എന്താ ചെയ്യുക, സർവീസസ് ക്ലയൻസിന് കൊടുക്കും, അതായത് അക്കൗണ്ടൻസി ഫേമൊക്കെ പോലെ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നീഡ് എന്താണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, പ്രൊമോഷൻ, അതൊക്കെയാണ് മാർക്കറ്റിംഗ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് നോക്കും, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് കൊടുക്കും. ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസി, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അതൊക്കെ. Which of the following is not a part of the responsibility of a research and development department? ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഒരു പാർട്ടാണ്. അതായത് ഇവിടെ ചോദിക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമല്ലാത്ത റെസ്പോൺസിബിലിറ്റി ഇവയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് കറക്റ്റാണ്. ഡെവലപ്പിംഗ് ന്യൂ പ്രോഡക്ട്സ് വെരി കറക്റ്റ്. റിസർച്ചിങ് ന്യൂ ടെക്നോളജീസ് ഫോർ ദ ആപ്ലിക്കേഷൻ ഫോർ ഫ്യൂച്ചർ പ്രോഡക്ട്സ് കറക്റ്റാണ്.
റിസർച്ചിങ് മാർക്കറ്റ് അല്ല, മാർക്കറ്റ് ഡിമാൻഡ് ഇവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അത് മാർക്കറ്റിങ്ങിൻ്റെ എന്താണ് ജോലിയാണ്. സോ ഡി ഇസ് ദ ആൻസർ. നൗ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുക, നമ്മളതിനെ ഉണ്ടാക്കിയെടുത്തിട്ട് വിൽക്കുന്നതിനെ നമ്മൾ സെല്ലിംഗ് എന്ന് പറയും. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റമർ നീഡ് എന്താണെന്ന് ആദ്യം, അതായത് മാർക്കറ്റിൽ എന്താണ് ഡിമാൻഡ് ഉള്ളതെന്ന് അന്വേഷിച്ച് കസ്റ്റമർ ഡിമാൻഡ് എന്താണ് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അതിനനുസരിച്ച് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് പ്രോഫിറ്റബിലിറ്റി എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, പ്രൊമോഷൻ, നമ്മളുടെ പ്രോഡക്റ്റ് എന്താണ് അതിൻ്റെ പ്രൊമോഷൻ നടത്തുക, ഇതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മിയർലി അഡ്വർടൈസിങ് അല്ല. പലരും പറയുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ അഡ്വർടൈസിങ് സ്ട്രാറ്റജി. പക്ഷേ അഡ്വർടൈസിങ് സ്ട്രാറ്റജി അല്ല, നമ്മളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, കസ്റ്റമറിന് എന്താണ് ആവശ്യമുള്ളത്, നമ്മളുടെ പ്രോഡക്റ്റ് അപ് ടു ദ ക്വാളിറ്റി ആണോ, പ്രൈസിങ് കറക്റ്റ് ആണോ, കസ്റ്റമർ ആ പ്രൈസിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കോ, ഇതൊക്കെ അന്വേഷിക്കുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നൗ ഇത് ആവശ്യമില്ല. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. മാർക്കറ്റിംഗ് ഇസ് മെയിൻലി കൺസേൺഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ ഏതിനാണ് മാർക്കറ്റിംഗ് വരുന്നത്? ഇൻക്രീസിങ് ദ സെയിൽസ് റവന്യൂ ഇല്ല, വരുന്നില്ല. ഓക്കെ. സ്ട്രീം ലൈനിങ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുക. നോ. ആൻറ്റിസിപ്പേറ്റിംഗ് ആൻഡ് മീറ്റിംഗ് ദ കസ്റ്റമർ നീഡ്സ്. ഓക്കെ. ഇറ്റ് ഇസ് ട്രൂ. മാക്സിമൈസിങ് പ്രോഫിറ്റ് മാത്രമല്ല മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്, കീ റോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല. സോ ആൻറ്റിസിപ്പേറ്റിംഗ് ആൻഡ് മീറ്റിംഗ് ദി കസ്റ്റമർ നീഡ്സ്. ഓപ്ഷൻ സി. ദ മാർക്കറ്റിംഗ് മിക്സിൽ 4 പീസാണ് വരുന്നത്, 4 പീസാണ്. പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ, പ്രൈസ്. പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഡിസൈൻ എന്താണ്, പാക്കേജിങ്, ബ്രാൻഡ് നെയിം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പ്രോഡക്റ്റിൽ വരിക. പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്ഥലമാണ്, ഏത് മീഡിയമാണ് ഉപയോഗിക്കുന്നത്, വെർച്വൽ ആണോ അതോ നമ്മൾ ഷോപ്പ് ഇട്ടിട്ടാണോ ചെയ്യുന്നത്, സ്റ്റോക്ക് എവിടെയാണ് വെക്കുക, വെയർ ഹൗസസ്, ഇതൊക്കെയാണ് പ്ലേസ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസ് ചെയ്യുക, എങ്ങനെയാണ് സെല് ചെയ്യുന്നത്, പബ്ലിസിറ്റി ടെക്നിക്ക്, അതൊക്കെയാണ് പ്രൊമോഷൻ പറയുന്നത്, അതായത് ഡിസ്ട്രിബ്യൂഷൻ. പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ലെവൽ എന്താണ്, ഡിസ്കൗണ്ട്സ്, പേയ്മെൻറ്റ് ടേം, അതൊക്കെ ക്രെഡിറ്റിന് നമ്മൾ എങ്ങനെ കൊടുക്കും, അതൊക്കെയാണ്. പ്ലെയിൻ റീഡ് ചെയ്താൽ മതി. ഓക്കെ. നൗ പ്രോഡക്റ്റ് ഇഷ്യൂസ്. ഓക്കെ. സോ മാർക്കറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മിക്സും പ്രോഡക്റ്റ് ഇഷ്യൂസൊക്കെ. ഓക്കെ. പ്രോഡക്റ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് വരുന്നൊരു പോയിന്റ് പ്രോഡക്റ്റ് ഡെഫിനിഷനാണ്. ഈ പ്രോഡക്റ്റിൻ്റെ മെയിൻ ഇഷ്യൂ എന്താണ്, അതായത് എന്തിനാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെയാണ് പ്രോഡക്റ്റ് ഇഷ്യൂസ് വരുന്നത്. പിന്നെ പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനീൻ്റെ പ്രോഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സായിട്ട് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും, കോമ്പറ്റീറ്റേഴ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മളുടെ പ്രോഡക്റ്റിനുള്ളത്, അതാണ് പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. സോ പ്രൈസിങ്, ഇത് ജസ്റ്റ് ഡൂ ദിസ് ഇല്ലുസ്ട്രേഷൻ. ഓക്കെ. പ്രൈസിങ് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കീ കൺസിഡറേഷൻസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് മിക്സിൽ 4 പീസ് ആണെങ്കിൽ ഇവിടെ പ്രൈസിങ് ഇഷ്യൂസിൽ 4C ആണ് ഉണ്ടാവുക. അതായത് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വന്നിട്ടുള്ള ചിലവിനേക്കാളും നേരിയ രീതിയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ കോസ്റ്റ് വെക്കേണ്ടത്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് വാങ്ങിക്കാൻ തയ്യാറാവുമോ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും പ്രൈസ് കൂടുതലാണോ. കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഷെയർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വാങ്ങിക്കാൻ പറ്റുന്നതിനനുസരിച്ചായിരിക്കണം നമ്മളുടെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇനി കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പ്രോഫിറ്റിനെക്കാട്ടും നമ്മളുടെ കോസ്റ്റ് എത്രയാണോ വന്നത് അതിനെക്കാട്ടും കുറച്ചും കൂടി വെച്ചാലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതാണ് മാർക്കപ്പ് ആഡ് ചെയ്യണം. പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഷെയർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ലോ പ്രൈസ് ആയിരിക്കണം. പെർസീവ്ഡ് ക്വാളിറ്റി പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി ഈ നമ്മുടെ പ്രോഡക്റ്റിനുണ്ട്, സോ നമ്മൾ ഹൈ പ്രൈസ് വെക്കുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് വെക്കാം. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രൈസിങ് ടാക്ടിക്സ് ഓർ പ്രൈസിങ് ടെക്നിക്സ് ആണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് മാർക്കറ്റിൽ സെയിം പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസ് വെക്കാം. ഗോയിങ് റേറ്റ് പ്രൈസിങ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസസ് വെക്കുക. പ്രൈസ് സ്കിമ്മിങ്, ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഹൈ പ്രൈസസ് ആർ സെറ്റ് വെൻ എ ന്യൂ പ്രോഡക്റ്റ് ഇസ് ലോഞ്ച്ഡ്. അതായത് ഇപ്പോൾ ഡയറി മിൽക്ക് എടുക്കുകയാണെങ്കിൽ ഡയറി മിൽക്കിൻ്റെ ഏറ്റവും പുതിയ ഫ്ലേവറിന് കുറച്ചും കൂടി പ്രൈസ് ഉണ്ടാവും. പിന്നെ അടുത്ത ഒരു ഡയറി മിൽക്കിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പം നമ്മുടെ പഴയ ഫ്ലേവറിന് പ്രൈസ് കുറയും, പുതിയതിന് പ്രൈസ് കൂടും. ദാറ്റ് ഈസ് ഹൗ പ്രൈസ് സ്കിമ്മിങ് ഇസ് ഡൺ. ദെൻ ലോസ് ലീഡേഴ്സ്, ഒരു പ്രോഡക്റ്റ് നമ്മൾ കുറഞ്ഞ വിലക്ക് വിൽക്കും സോ ദാറ്റ് വി തിങ്ക് ദാറ്റ് ഡിമാൻഡ് കൂടുതലാക്കിയിട്ട് ആൾക്കാർ ആ പ്രോഡക്റ്റ് ഒരുപാട് വാങ്ങിക്കും, ദസ് വി ഗെറ്റ് എ പ്രോഫിറ്റ്. ദെൻ ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ്, ദിസ് ഇസ് ഓൾസോ റിയലി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് 2 പ്രോഡക്റ്റ് വാങ്ങിക്കും. ഫസ്റ്റത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചീപ്പായിരിക്കും. സെക്കൻഡ് വണ്ണ്, അതായത് വൺസ് ആ പ്രോഡക്റ്റ് ക്ലിക്കായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദേ മേക്ക് ഇറ്റ് എക്സ്പെൻസീവ്. സോ ദാറ്റ്സ് ഇറ്റ്. നൗ പ്രൊമോഷണൽ ഇഷ്യൂസ് ഒന്നുമില്ല. അവെയർനെസ് വെക്കണം, ഇൻട്രസ്റ്റ് ഉണ്ടാവണം, ഡിസയർ ഉണ്ടാവണം, ആക്ഷൻ ഉണ്ടാവണം. ഓക്കെ, ദാറ്റ് ഈസ് വി ഹാവ് എ ഷോർട്ട് ഫോം കോൾഡ് ഐഡ. ഓക്കെ, നൗ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഇഷ്യൂസ് ആണ്. ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യണോ, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർച്വൽ ഓർഗനൈസേഷൻ, അങ്ങനെ സെല് ചെയ്യണോ. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് 12. Nile is an online retailer of games, DVDs and books. It is currently planning an upgrade to a website to make it easier for customers to find the items that they are looking for. അതായത് ഇവിടെ വെബ്സൈറ്റിനെ പറ്റിയാണ് പറയുന്നത്, പ്ലേസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓപ്ഷൻ ബി. സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്രോസസ്സ് ബേസിക്കലി ഒന്നുമില്ല. ഫേമും ബിസിനസ് എൻവയൺമെൻറ്റും വെച്ചിട്ട് നമ്മൾ അനലൈസിസ് ചെയ്യണം. അതായത് ബ്രാൻഡ് സ്ട്രെങ്ത്, പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടോ, റെപ്യൂട്ടേഷൻ ഉണ്ടോ, പിന്നെ കോമ്പറ്റീഷൻ അനലൈസ് ചെയ്യുക, മാർക്കറ്റ് റിസർച്ച്, ഡീറ്റെയിൽഡ് അനാലിസിസ്, അതൊക്കെ. സ്ട്രാറ്റജിക് ചോയ്സ് ഉണ്ടാവും, അതായത് പൊട്ടൻഷ്യൽ മാർക്കറ്റിനനുസരിച്ചാണോ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടോ. പിന്നെ സ്ട്രാറ്റജീസ്, ഓരോ മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾസിനും സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക, ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അതിനുശേഷം മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇതൊന്നും ആവശ്യമില്ലാതെ. ടെസ്റ്റ് യു അണ്ടർസ്റ്റാൻഡിങ് 13. Analysis of brand strength would come under which part of the strategic planning process? അതായത് ബ്രാൻഡ് സ്ട്രെങ്ത് ഏതിലാണ് വരിക? നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രാറ്റജിക് അനലൈസിസ്. ഓൾസോ ഇത് നിങ്ങൾക്ക് ന്യൂ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാഗം നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, ബിക്കോസ് അനലൈസിസ് എന്നുള്ളൊരു വേർഡ് വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഇസ് എ. സോ ആ ചാപ്റ്റർ ഇസ് ഓവർ. പിന്നെ F1ൻ്റെ ഏതെങ്കിലും എക്സാം കിറ്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഞാൻ എക്സാം കിറ്റ് മാത്രമായിട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും.